BJT ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു ട്രാൻസിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ വ്യത്യസ്ത പാരാമീറ്ററുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൽ അപ്ലൈ ചെയ്യുന്ന കറണ്ടും അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട്, അതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ്, അതിന്റെ ബിഹേവിയർ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ BJT ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BJT ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. ദ കർവ് വിച്ച് ഡിസ്ക്രൈബ് ദ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിസ്റ്റർ ബേസ്ഡ് ഓൺ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. അതായത് കറണ്ടിനെയും വോൾട്ടേജിനെയും, ഏതിലൂടെ ഒഴുകുന്ന ട്രാൻസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിനെയും അതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെയും ആസ്പദമാക്കിക്കൊണ്ട് ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിവരിക്കുന്ന ഒരു കർവ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ കർവ് വിച്ച് ഡിസ്ക്രൈബ് ദ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ബേസ്ഡ് ഓൺ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. ഓക്കെ, മെയിൻലി 2 ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദെയർ. പ്രധാനമായും 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. These curves gives the relationship between the input current and input voltage for a given output voltage. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇൻപുട്ടിലുള്ള ഇൻപുട്ട് കറണ്ട് അതുപോലെ ഇൻപുട്ട് വോൾട്ടേജിന്റെയും വ്യതിയാനങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫിക്കൽ കർവ് ആണ് ഇത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് വെറുതെ വരയ്ക്കുന്നതല്ല. നമുക്ക് ഒരുപാട് പാരാമീറ്റർ, അതിന്റെ ഒരു ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആ കർവിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്നാമത്തേതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, these curves gives the relationship between the output current and output voltage for a given input current. Okay, നേരത്തെ പറഞ്ഞതാണ് ഫോർ എ ഗിവൺ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഫോർ എ ഗിവൺ ഇൻപുട്ട് കറണ്ട് ആണ്. ഓക്കെ, ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന സമയത്ത് വെച്ചുകൊണ്ട് ഔട്ട്പുട്ടിൽ വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ചുണ്ടാകുന്ന കറണ്ടും വോൾട്ടേജും മാർക്ക് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന കർവാണ് ഏത്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച 3 കോൺഫിഗറേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഈ 3 കോൺഫിഗറേഷനിലും ഉള്ളതിൽ കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യമായി നമുക്ക് എന്ത് ചെയ്യാം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഇൻ എ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഒന്നാമത്തേത് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തേതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, അതിന് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിലെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത് NPN ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, NPN ടൈപ്പ് ട്രാൻസിസ്റ്റർ. അതില് 2 അമ്മീറ്ററുകൾ ഉണ്ട്. മില്ലി അമ്മീറ്റർ ആണ്. 2 അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 വോൾട്ട് മീറ്റർ അല്ലെ. അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇനി 2 വേരിയബിൾ പവർ സപ്ലൈ നിങ്ങൾക്ക് കാണാം. ഒന്ന് VE എന്ന് പറയുന്ന വേരിയബിൾ പവർ സപ്ലൈ, അതുപോലെ VCC എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ പവർ സപ്ലൈ ഇവിടെ കാണാം. ഓക്കെ, അതിന്റെയൊക്കെ പൊളാരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എല്ലാം മനസ്സിലാക്കി വെക്കണം.
ഇൻപുട്ട് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയിരിക്കണം, അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാറ്ററി അല്ലെങ്കിൽ നമ്മളിതിന്റെ സെല്ല് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബയാസിംഗ് സപ്ലൈ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു ട്രാൻസിസ്റ്റർ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഇത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി വിഇഇ കൊടുക്കുന്ന സമയത്ത്, വിഇഇ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കാണാനാണ് നമ്മളൊരു വിഇബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇതിന്റെ പ്ലസും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. അതുപോലെ വി സി സി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബേസ് കളക്ടർ ജംഗ്ഷനിൽ അല്ലെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് ആണത് VCB എന്ന് പറയുന്നത്. ഈ ഒരു വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന വോൾട്ടേജ് ആണ് VEB എന്ന് പറയുന്നത്. ഓക്കെ, VEB എന്ന് പറയുന്നത് ഈ അമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഏതായിരിക്കും? I ആണ്, അല്ലെങ്കിൽ എമിറ്റർ കറണ്ട് ആണ്. ഈ ഒരു അമീറ്ററിലൂടെ കടന്നു പോകുന്നത് ഏതാണ്? കളക്ടർ കറണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഇൻ എ കോമൺ ബേസ് കോൺഫിഗറേഷൻ, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഡയഗ്രാം സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇൻപുട്ട് സൈഡിൽ ഒരു വേരിയബിൾ പവർ സപ്ലൈ VE ഉണ്ട്. ഔട്ട്പുട്ട് സൈഡിൽ ഒരു VCC എന്ന് പറയുന്ന ഒരു വേരിയബിൾ പവർ സപ്ലൈ ഉണ്ട്. ഓക്കെ, നമുക്ക് ലാബിലൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് BJT ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ തിയറി എക്സാമിനും പ്രാക്ടിക്കൽ എക്സാമിനും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതേ എക്സ്പെരിമെന്റ് സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ലാബിലും ചെയ്യാനുള്ളത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇതിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇൻപുട്ട് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജിന്റെയും റിലേഷൻഷിപ്പാണ് ഏത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അത് കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്? ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. ഈ കർവ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ VEB നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതാണ്? VE എന്ന് പറയുന്ന സപ്ലൈ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സപ്ലൈ വഴി നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്? VEB എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, VEB നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് VE എന്ന് പറയുന്ന സപ്ലൈ ആണ്. ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കാണാൻ വേണ്ടിയുള്ള വോൾട്ട് മീറ്റർ ആണ് ഈ പറയുന്ന വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് ഏതാണ്? എമിറ്റർ കറണ്ട് ആണ് ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് ഏതാണ്? VEB എന്ന് പറയുന്നത്. VEB ആണ് എന്ത്? ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് കറണ്ട് ഏതാണ്? IC. കളക്ടർ കറണ്ട് ആണ് ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതാണ്? VCB ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCB ആണ്. ഓക്കെ, ഇനി രണ്ട് ആക്സിസ് വരച്ചു. അതിൽ എലോങ് Y ആക്സിസ് ഏതാ വരച്ചിരിക്കുന്നത്? എമിറ്റർ കറണ്ട്. എമിറ്റർ കറണ്ട് ആണ് Y ആക്സിസിൽ. X ആക്സിസിൽ ഏതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എമിറ്റർ ബേസ് വോൾട്ടേജ് ആണ്. എമിറ്റർ ബേസ് വോൾട്ടേജ്, അതായത് VEB ആണ് നമ്മൾ X ആക്സിൽ കൊടുത്തിരിക്കുന്നത്. X ആക്സിൽ ഏതാ കണക്ട് ചെയ്തിരിക്കുന്നത്? എമിറ്റർ ടു ബേസ് വോൾട്ടേജ്. Y ആക്സിൽ ഏതാ കണക്ട് ചെയ്തിരിക്കുന്നത്? എമിറ്റർ കറണ്ട് ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഘട്ടം ഘട്ടമായി ഓരോ VCBന്റെ വാല്യൂ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഓരോ കോൺസ്റ്റന്റ് വോൾട്ടേജ് VCB വോൾട്ടേജിനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് 0 ടു പർട്ടിക്കുലർ വാല്യൂ വരെ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഫസ്റ്റ് ടൈം എന്താ ചെയ്യാൻ പോകുന്നത്? VCB ഞാനൊരു 1 വോൾട്ട് ആക്കി വെക്കുകയാണ്. VCB ഈക്വൽ ടു 1 വോൾട്ട്. ഓക്കെ,
ഈ വി സി ബി 1 വോൾട്ട് ആക്കി വെച്ചുകൊണ്ട് ഞാൻ ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വേരിയബിൾ പവർ സപ്ലൈ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. VEE 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ VEE ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെ, എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ശരിക്കും ഈ ഒരു PN ജംഗ്ഷൻ ആണ് ശരിക്കും എമിറ്റർ ബേസ് എന്ന് പറയുന്ന PN ജംഗ്ഷൻ അക്രോസ് അപ്ലൈ ചെയ്യുന്ന ഒരു പവർ സപ്ലൈ അല്ലെ. PN ജംഗ്ഷൻ എപ്പോഴാണ് ഫോർവേഡ് ബയസ് ആവുന്നത്? P റീജിയനിലേക്ക് പോസിറ്റീവും N റീജിയനിലേക്ക് നെഗറ്റീവും കൊടുക്കുന്ന സമയത്താണ് ഇത് ഫോർവേഡ് ബയസ് ആവുന്നത്. ഇനി എപ്പോഴത് ഫോർവേഡ് ബയസ് ആവുക? ആ കട്ട് ഓഫ് വോൾട്ടേജിനെക്കാളും ആ PN ജംഗ്ഷന്റെ നീ വോൾട്ടേജിനെക്കാളും ഒരു പടി കൂടുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻക്രിമെന്റ് വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസിലായിട്ട് കറണ്ട് ഫ്ലോ തുടങ്ങുന്നത് അല്ലേ. അതേ ഒരു കോൺഫിഗറേഷനാണ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പകരം അതോടൊപ്പം തന്നെ സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ നമ്മളൊരു VCB എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ ഗ്രാഫ് വരച്ച് കഴിയുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ ഞാനിവിടെ VCB എന്ന് പറയുന്ന 1 വോൾട്ട് ഞാനിവിടെ ചെയ്തു വെച്ചു. എങ്ങനെയാണ്? VCC ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് ഇവിടെ 1 വോൾട്ട് ഡ്രോപ്പ് ചെയ്ത് വോൾട്ട് മീറ്ററിൽ കാണിച്ചു. ഇനി സംഭവിക്കാൻ പോകുന്നതാണ്, ഈ VE എന്ന് പറയുന്ന സാധനം വോൾട്ടേജ് സോഴ്സ് ഞാനിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇൻക്രീസ് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എവിടുന്ന് തുടങ്ങും ഇതിന്റെ കറണ്ട്? ഇപ്പൊ ഈ സമയത്തൊക്കെ എന്താണ്? എമിറ്റർ കറണ്ട് 0 ആണ് അല്ലെ. ഈ സമയത്തൊക്കെ എമിറ്റർ കറണ്ട് 0 ആണ്. 0 ഇങ്ങനെ വന്ന് സംഭവിക്കും, പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് വോൾട്ട് എത്തുന്ന സമയത്ത് അല്ലെ, പർട്ടിക്കുലർ കട്ട് ഓഫ് വോൾട്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് അങ്ങ് ഇൻക്രീസ് ചെയ്തോളും അല്ലെ. 0.4, 0.5, 0.6 ആ റേഞ്ചിൽ 0.5, 0.6ന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യും. ഏതാണോ അതിന്റെ നീ വോൾട്ടേജ്, ആ നീ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? അടുത്തതായിട്ട് ഈ VCB വീണ്ടും ഞാൻ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. എത്രയായി? VCB = 5 വോൾട്ട് കൊടുത്തു. VCB = 5 വോൾട്ട് കൊടുത്തു. എങ്ങനെ 5 വോൾട്ട് കൊടുത്തത്? ഈ VCC എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് ജസ്റ്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്താക്കി? ഈ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് 5 വോൾട്ട് ആക്കി മാറ്റി വെച്ചു. ഓക്കെ, ഇനി ഞാൻ ഇത് വീണ്ടും 0ലേക്ക് കൊണ്ടുവരും. ഈ വോൾട്ടേജ് സോഴ്സ് വീണ്ടും 0ലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 0 ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ട് പോകും? ഇങ്ങനെ തുടങ്ങി വരികയാണ്. ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, നോക്കേ, ഇപ്പൊ നേരത്തെ ഇൻക്രീസ് ചെയ്ത സമയത്തിനേക്കാളും പെട്ടെന്ന് എന്ത് ചെയ്തു? രണ്ടാമത്തെ കർവ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തു അല്ലെ. ഈ ഒരു ഡിലേ ഒഴിഞ്ഞു പോയി. അപ്പൊ ആ ഒഴിഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. VCB = 5 വോൾട്ട് കൊടുത്തത് പെട്ടെന്ന് ഇൻക്രീസ് ആയി. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? VCB എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ VCB എന്ന് പറയുന്ന സോഴ്സ് VCB = 10 വോൾട്ട് ആക്കി. നേരത്തെ 1 വോൾട്ട്, പിന്നെ 5 വോൾട്ട് ആക്കി, ഇപ്പൊ ഞാൻ 10 വോൾട്ട് ആക്കി മാറ്റി. 10 വോൾട്ട് ആക്കിയിട്ട് എന്ത് ചെയ്തു? ഈ വോൾട്ടേജ് സോഴ്സ് വീണ്ടും ഞാൻ 0ലേക്ക് കൊണ്ടുവന്നു. 0ലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൂടി ഇവിടെ വരികയാണ്. ഈ സമയത്തൊക്കെ എന്താണ്? എമിറ്റർ കറണ്ട് 0 ആണ്. ആ പർട്ടിക്കുലർ വോൾട്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അതങ്ങ് ഇൻക്രീസ് ചെയ്തു അല്ലെ. 0.5 ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു? അത് ഇൻക്രീസ് ചെയ്തു അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ കൂടി വന്ന് ഇവിടുന്ന് ഈ സമയത്തൊക്കെ എന്താണ്? എമിറ്റർ കറണ്ട് 0 ആണ്. ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പർട്ടിക്കുലർ നീ വോൾട്ട് എത്തുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? കംപ്ലീറ്റ് അങ്ങ് ഇൻക്രീസ് ചെയ്ത് വന്നു അല്ലെ. ഇപ്പൊ നോക്കിയേ, VCB = 10 വോൾട്ട് ആയ സമയത്ത് അത് വീണ്ടും കുറച്ചുകൂടെ നേരത്തെ അത് എന്ത് ചെയ്തു? റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലെ. ഇത്രയും ടൈം ഡിലേ അത് കുറഞ്ഞ് ടൈം ഡിലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്തുകൊണ്ടാണ് ഈ ടൈം ഡിലേ ഇല്ലാതിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താന്നുള്ളതാണ് നമ്മളിനി വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ 3 കർവ് നമ്മൾ കണ്ടു. ഈ 3 കർവിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർവിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ജംഗ്ഷൻ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഏത് വോൾട്ടേജിലാണ് ഇത് ഫോർവേഡ് ബയസ് ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് വോൾട്ടേജിലാണ്? ഈ പറയുന്ന വോൾട്ടേജ് 0.5 to 0.6 വോൾട്ടേജിന്
പറയുന്ന ഇതാണ് ഇനി നീ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലേ. ഈ നീ വോൾട്ടേജിന്റെ അവിടുന്ന് ഈ നീ വോൾട്ടേജിലാണ് ഈ നീ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ എ സി ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് ഈ ഒരു കർവിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ആൽഫന്റെ വാല്യൂ അല്ലെ, നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ആൽഫന്റെ വാല്യൂ നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് ഈ ഒരു കർവിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതിലൂടെ നമുക്ക് ഈ ട്രാൻസിസ്റ്ററിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനും പറ്റും. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ ഏത് മോഡലാണ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇതിന്റെ ഒരു സെന്റൻസ് വൈസ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ നമുക്കിനി പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, this curve gives the relationship between the emitter current IE and the emitter to base voltage VEB for a constant collector to base voltage VCB. Okay, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്. ദീസ് കർവ്സ് ആർ ആൾസോ നോൺ ആസ് ബേസ് കർവ് ഓഫ് എ ട്രാൻസിസ്റ്റർ. നമുക്കറിയാം കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ്, അതിന്റെ ഇൻപുട്ട് ആണ് നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണുന്നത്. അങ്ങനെ കിട്ടുന്ന കർവിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബേസ് കർവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ബേസ് കർവ്. These characteristics may be obtained by means of a circuit arrangement as shown in figure in last slide. നമ്മൾ ഈ ലാസ്റ്റ് സ്ലൈഡിൽ കണ്ട പോലെയുള്ള അറേഞ്ച്മെന്റ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, in this circuit the NPN transistor is connected in common base configuration. The collector to base voltage can be varied by changing the വേരിയബിൾ പവർ സപ്ലൈ അല്ലെ. വേരിയബിൾ പവർ സപ്ലൈ ഉപയോഗിച്ചുകൊണ്ടാണ് കളക്ടർ ടു ബേസ് വോൾട്ടേജ് വേരി ചെയ്യുന്നത്. while the emitter to base voltage can be varied by changing the another variable power supply connected across it അല്ലെ. രണ്ട് വേരിയബിൾ പവർ സപ്ലൈ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവ രണ്ട് കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് വേരി ചെയ്തുകൊണ്ടാണ് നമ്മൾ എമിറ്റർ ടു ബേസ് ജംഗ്ഷനുള്ള വോൾട്ടേജും കളക്ടർ ടു ബേസ് ജംഗ്ഷനുള്ള വോൾട്ടേജ് നമ്മൾ വേരി ചെയ്യുന്നത്. എന്തിനാണ്? ഈ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേരിയബിൾ പവർ സപ്ലൈസ്. ഓക്കെ, the DC milliammeter and DC voltmeters are connected in emitter and collector circuit of a transistor to measure the voltage and current അല്ലെ. വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടേണ്ട കറണ്ടും വോൾട്ടേജും അത് റീഡിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മില്ലി അമീറ്ററും വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കണക്ട് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററും ഡാമേജ് ആവും, അതുപോലെ ആ മീറ്ററും ഡാമേജ് ആയി പോകും. ഓക്കെ, these curves may be obtained by using the circuit arrangement as shown in figure അല്ലെ. നേരത്തെ പറഞ്ഞാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വി അഡ്ജസ്റ്റ് ദ കളക്ടർ ടു ബേസ് വോൾട്ടേജ് VCB ടു 1 volt അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 voltലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ദെൻ ഇൻക്രീസ് ദ എമിറ്റർ ടു ബേസ് വോൾട്ടേജ് VEB ഇൻ സ്മോൾ സൂട്ടബിൾ സ്റ്റെപ്സ് അല്ലെ. ഇവിടുന്ന് VEB നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 0.1, 0.2, 0.3, 0.4 അങ്ങനെ കൂടിക്കൊണ്ടുവരും. ആൻഡ് റെക്കോർഡ് ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് എ എമിറ്റർ കറണ്ട് അല്ലെ. എമിറ്റർ കറണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, ആ സമയത്ത് ഉണ്ടാകുന്ന റെക്കോർഡിംഗ് കറണ്ട് അല്ലെ. ഈ സമയത്തേക്ക് എന്താണ്? 0 ആണ്. പെട്ടെന്ന് ഇവിടെ നിന്നാണ് എമിറ്റർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആ എമിറ്റർ കറണ്ട് എത്രയാണെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. നൗ ഇഫ് we plot a graph with emitter to base voltage VEB along the horizontal axis and the emitter current IE along the vertical axis, we shall obtain a curve marked VCB അല്ലെ. VCB equal to 1 volt എന്ന് പറയുന്ന ഒരു കർവ് കിട്ടും നമുക്ക്. നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്ത് വന്നിട്ട് റെക്കോർഡ് ചെയ്ത വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് y ആക്സിസിൽ Iയും x ആക്സിസിൽ VEBയും മാർക്ക് ചെയ്തുകൊണ്ട് ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് VCB ഈക്വൽ ടു 1 volt മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു കർവ് നമുക്ക് ലഭിക്കും. ഇനി എന്താണ്? എ സിമിലർ പ്രൊസീജിയർ നമ്മൾ വീണ്ടും അതുപോലെ ചെയ്യാണ്. പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. എന്ത് ചെയ്തുകൊണ്ട്? ഈ VCB 5 volട്ടും VCB 10 volട്ടും ആക്കിക്കൊണ്ട് നമ്മൾ ആ എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കർവുകൾ കിട്ടും. ഇനി ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഗീവ്സ് അസ് ദ ഇൻഫർമേഷൻ ബിലോ അല്ലെ. നമ്മൾ ഈ ഒരു കർവിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടണം? അതെന്താണെന്ന് നമ്മൾ നോക്കുന്നത്. there exists a threshold voltage. ഓക്കെ, there exists a threshold voltage
അതിനെന്ത് പറയും നമ്മൾ? നീ വോൾട്ടേജ് എന്ന് പറയും അല്ലെ. ത്രഷോൾഡ് വോൾട്ടേജ് നമ്മൾ എന്ത് വിളിക്കും? നീ വോൾട്ടേജ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ടിംഗ് വോൾട്ടേജ് എന്നൊക്കെ വിളിക്കും അല്ലെ. ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എന്ത് വിളിക്കും? നീ വോൾട്ടേജ്. ആ പോയിന്റിലാണ് അത് കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത്. ആ ഒരു ജംഗ്ഷൻ കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നത് എവിടെയാണ്? ആ നീ വോൾട്ടേജിലാണ്. ഓക്കെ. ബിലോ വിച്ച് ദ എമിറ്റർ കറന്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ, അല്ലെങ്കിൽ ഈ എ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എത്തുന്നതിന് മുമ്പ് എന്താണ് എമിറ്റർ കറന്റ് എന്ന് പറയുന്നത്? വളരെ സ്മോൾ ആണ്, 0 ആണെന്ന് പറയാം, നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് പറയാം. ഓക്കെ. ദ നീ ഓർ ത്രഷോൾഡ് വോൾട്ടേജ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ എന്താണ്? VK അല്ലെങ്കിൽ VG എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്നൊക്കെ പറയാം. ഓക്കെ. ഇതിന്റെ വാല്യൂ എന്താണ്? അപ്രോക്സിമേറ്റ്ലി 0.6 വോൾട്ട് ആണ്. ഏതിനാണ്? സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ. സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ആ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.6 to 0.7 ആണ് അതിന്റെ വാല്യൂ അല്ലെ. ഇനി ജെർമേനിയം ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.2 to 3 ആണ് എന്ത്? ജെർമേനിയം ട്രാൻസിസ്റ്റേഴ്സിന്റെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ബേസ് എമിറ്റർ ജംഗ്ഷന്റെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 0.2 ആണ്, അല്ലെങ്കിൽ 0.2 to 3 വോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അതാണ് ഇതിന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. എന്തൊക്കെ കിട്ടി നമുക്ക്? ഇതിന്റെ നീ വോൾട്ടേജ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ബിയോണ്ട് ദ പോയിന്റ് എ ഫോർ എ ഫിക്സ്ഡ് കളക്ടർ ടു ബേസ് വോൾട്ടേജ് ദ എമിറ്റർ കറന്റ് I ഇൻക്രീസ് റാപ്പിഡ്ലി അല്ലെ. ഈ ഒരു നീ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നത്? I വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. വിത്ത് എ സ്മോൾ ഇൻക്രീസ് ഇൻ എമിറ്റർ ടു ബേസ് വോൾട്ടേജ്. എമിറ്റർ ടു ബേസ് വോൾട്ടേജ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്താൽ മതി. ഇപ്പൊ 0.6 കഴിഞ്ഞാൽ പിന്നെ 0.61 to 0.61 ആ 0.7 എടുക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ 0.6 to 0.8 ആകുമ്പോഴത്തേക്ക് എന്താണ്? അത് വളരെ വലിയൊരു വാല്യൂയിലേക്ക് അത് ചേഞ്ച് ചെയ്യാണ്. ഇറ്റ് മീൻസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെ, ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ഓഫ് എ ട്രാൻസിസ്റ്റർ ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഈസ് വെരി വെരി സ്മോൾ. അതായത് ചെറിയൊരു വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേന് എന്ത് ചെയ്തു? അത് പിന്നെ ഹൈ വോൾട്ട് അത് ഫോർവേഡ് ബയസിലേക്കായി മാറാൻ. ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? അവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസ് ഇല്ലല്ലോ, ആ ഒരു ലെവലിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ആ ജംഗ്ഷൻ എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ആ ഇൻപുട്ട് ഏരിയനെ നമുക്ക് എന്ത് വിളിക്കാം? അതിന്റെ റെസിസ്റ്റൻസ് എന്ത് വിളിക്കാം? വെരി സ്മോൾ റെസിസ്റ്റൻസ് എന്നാണ് പറയാം അവിടുത്തെ അല്ലെ. It means that input resistance of a transistor in a common base configuration is very small അല്ലേ. എന്താ കാരണം? ആ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് ആയി മാറുകയാണ്. ഏത് കഴിയുന്ന സമയത്ത്? ഈ നീ വോൾട്ടേജ് കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ് ആയി മാറുന്ന സമയത്ത് ആ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. ഓക്കെ. As the collector to base voltage VCB is increased above 1 volt, the curve shift upward അല്ലേ. അതായത് ഇപ്പൊ VCB 1 വോൾട്ട് കൊടുത്ത സമയത്ത് ഒരു കർവ് കിട്ടി, നമ്മളത് വീണ്ടും കൂട്ടി അല്ലെ. എബോവ് 1 വോൾട്ട്, 1 വോൾട്ടിനേക്കാളും നമ്മൾ കൂട്ടി 5 വോൾട്ട് ആക്കി, 10 വോൾട്ട് ആക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഒരു ചേഞ്ചിനേക്കാളും വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു? അത് കർവ് ഷിഫ്റ്റ് ചെയ്തു അല്ലെ. അപ്പോൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലേക്കായി മാറി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാരണം എന്താണ് പറയുന്നത് അവര്? ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫിനോമിനൻ കോൾഡ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ഓർ ഏർലി എഫക്ട് അല്ലെ. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫിനോമിനൻ കോൾഡ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ഓർ ഏർലി എഫക്ട്. എന്താണ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ അല്ലെങ്കിൽ ഏർലി എഫക്ട് എന്ന് പറയുന്നത്? നമുക്കിവിടെ ഒരു ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനൊരു VE എന്ന് പറയുന്ന ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഒരു VEE എന്ന് പറയുന്ന ഒരു സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ VCC എന്ന് പറയുന്ന മറ്റൊരു സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. എവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്? ബേസ് കളക്ടർ റീജിയണിൽ. ഓക്കെ. ബേസ് കളക്ടർ റീജിയണിൽ ഒരു VCC എന്ന് പറയുന്ന വേരിയബിൾ പവർ സോഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കും? ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ് അല്ലെ. ഈ നെഗറ്റീവ് ടെർമിനൽ എമിറ്ററിലേക്കും പോസിറ്റീവ് ടെർമിനൽ P റീജിയനിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ ഒരു 0.7, ഇപ്പോൾ സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എബോവ് 0.7 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയി. പിന്നെ നമുക്ക് അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ വരുന്നില്ല. നേരെ മറിച്ച് VCCന്റെ കേസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബേസ് കളക്ടർ ജംഗ്ഷന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് P റീജിയനിലേക്കും പോസിറ്റീവ് N റീജിയനിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയി മാറും അല്ലെ. സ്വാഭാവികമായിട്ടും റിവേഴ്സ് ബയസ് ആയി മാറും. നെഗറ്റീവ്
പി റീജിയനിലേക്കും പോസിറ്റീവ് എൻ റീജിയനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ എന്തായി മാറും? റിവേഴ്സ് ബയാസ് ആയി മാറും. ഞാൻ എന്ത് ചെയ്യാണ്? ആ റിവേഴ്സ് ബയാസ് കുറച്ചൊന്ന് കൂട്ടാണ് അല്ലേ? കുറച്ചൊന്ന് കൂട്ടി വെച്ചപ്പോൾ സംഭവിച്ചു ഈ ഒരു ജംഗ്ഷനിൽ അവിടെ ഉണ്ടാകുന്ന റിവേഴ്സ് ബയാസ് കാരണം ഉണ്ടാകുന്ന ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടി അല്ലേ? ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടിയപ്പോൾ സംഭവിച്ചു ഈ ബേസ് റീജിയന്റെ വിഡ്ത്ത് അല്ലെ? ബേസ് റീജിയന്റെ വിഡ്ത്ത് ഇൻ എഫക്റ്റ് കുറച്ച് കുറഞ്ഞു അല്ലേ? കണ്ടില്ലേ? ഞാൻ എന്ത് ചെയ്യാണ്? വീണ്ടും VCC എന്ന് പറയുന്ന വാല്യൂ കൂട്ടാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഡയഗ്രത്തിൽ കാണുന്ന നിങ്ങൾക്ക് നമ്മൾ VCB 1 വോൾട്ട് ആക്കി വെച്ചു. ആ സമയത്തുള്ള ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇനി VCB 5 വോൾട്ട് ആക്കി മാറ്റാണ് അല്ലെ? നേരത്തെ നമ്മൾ കണക്ട് VCC ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ VCBന്റെ വാല്യൂ ചേഞ്ച് ചെയ്തത് അല്ലെ? VCBന്റെ വാല്യൂ നമ്മൾ 5 വോൾട്ട് ആക്കി മാറ്റി. 5 വോൾട്ട് ആക്കി മാറ്റിയപ്പോൾ സംഭവിച്ചു കളക്ടർ ബേസ്ഡ് ജംഗ്ഷനിൽ ഉള്ള റിവേഴ്സ് ബയാസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിഡ്ത്ത് എന്തായി? വീണ്ടും ഇൻക്രീസ് ചെയ്തു. ഇൻ എഫക്റ്റ് എന്ന് സംഭവിച്ചു ബേസ് വിഡ്ത്ത് അല്ലെ? എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് സംഭവിച്ചു കുറഞ്ഞു അല്ലെ? ബേസ് വിഡ്ത്ത് വീണ്ടും കുറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? വീണ്ടും ഈ VCC ഉപയോഗിച്ചുകൊണ്ട് VCB അല്ലെ കളക്ടർ ബേസ് അവിടെയുള്ള കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഞാൻ എന്ത് ചെയ്യാണ്? വീണ്ടും കൂട്ടുകയാണ്. 10 വോൾട്ട് ആക്കി. 10 വോൾട്ട് ആക്കിയപ്പോൾ സംഭവിച്ചു വീണ്ടും ഇൻ എഫക്റ്റ് എന്താ സംഭവിക്കുന്നത്? ശരിക്കും അവിടെ ബേസ് വിഡ്ത്ത് കുറയാണ് അല്ലെ? ബേസ് വിഡ്ത്ത് കുറയാണ്. ബേസ് വിഡ്ത്ത് കുറഞ്ഞാൽ സംഭവിക്കും? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ബേസ് വിഡ്ത്ത് അല്ലെങ്കിൽ 1 വോൾട്ട് ആയിരിക്കുന്ന സമയത്ത് 1 വോൾട്ട് ആയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നമ്മൾ ഇവിടുന്ന് ഈ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നു അല്ലേ? നമ്മളിവിടെ VCC എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ VCC ഉപയോഗിച്ചുകൊണ്ട് VCB സെറ്റ് ചെയ്തുകൊണ്ട് എന്താണ് VE വേരി ചെയ്തു. VE 0 എന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവുന്നത് വരെ നമ്മളിവിടെ ഈ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ചെയ്ത് 0.5 0.6 എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയി. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടി അങ്ങോട്ട് വരും? ഈ ബേസിലേക്ക് വരും. ബേസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അത് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സിന് എന്ത് ബാധകമല്ല? ഈ ഒരു ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഈ ഒരു ബാരിയർ ബാധകമല്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു ലെയർ വഴി അല്ലെങ്കിൽ ഈ ഒരു ഡിപ്ലീഷൻ ലെയർ വഴി എന്ത് ചെയ്യും? ഇതിലൂടെ ഡിഫ്യൂസ് ചെയ്യപ്പെടും. എങ്ങനെ? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വരെ അല്ലെ? ഇവിടെയുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കാരണം ഇലക്ട്രോൺസ് എങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും? നമ്മുടെ ഈ കളക്ടർ റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ നോക്കിയേ, ഇവിടെ വരുന്ന ഇലക്ട്രോൺസ്, ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇവിടെ തങ്ങാനുള്ള സമയം എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ? വിഡ്ത്ത് കുറഞ്ഞോടുകൂടി കുറഞ്ഞു. അതേസമയം ഈ അത്രയും ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? അതേസമയം ഇവിടെ റിക്കമ്പൈൻ ചെയ്യാൻ ഇവിടുത്തെ ഹോൾസുമായിട്ട് റിക്കമ്പൈൻ ചെയ്യാൻ കിട്ടുന്ന സമയം കുറഞ്ഞു. ഇവിടെ റിക്കമ്പൈൻ ചെയ്യുന്നതിന്റെ അളവും കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു 100 ഇലക്ട്രോൺസ് നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 98 ഇലക്ട്രോൺസ് എവിടെ എത്തും? ഇവിടെ എത്തും അല്ലെ? 98 ഇലക്ട്രോൺസും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ആ സമയത്ത് എമിറ്റർ കറന്റിന്റെ 98% ആയിരിക്കും എന്ത്? കളക്ടർ കറന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഈ VCC ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുക? ഈ ബേസ് വിഡ്ത്ത് കുറഞ്ഞു അല്ലെ? ബേസ് വിഡ്ത്ത് വീണ്ടും കുറഞ്ഞു. ബേസ് വിഡ്ത്ത് കുറയാൻ സംഭവിക്കും വീണ്ടും നമ്മൾ ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് 100 ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിക്കമ്പൈൻ ചെയ്യാൻ കിട്ടുന്ന സമയം വീണ്ടും കുറഞ്ഞു അല്ലെ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ 100 ഇലക്ട്രോൺസ് നേരത്തെ നിന്നതിനേക്കാളും ഒരു കുറഞ്ഞ സ്ഥലമുള്ളൂ അവിടെ നിൽക്കാൻ അല്ലെ? കുറഞ്ഞ സമയമുള്ളൂ. അത് മാത്രമല്ല അവിടെ നിൽക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായതിനേക്കാളും വീണ്ടും കുറഞ്ഞു. സ്ഥലം കുറഞ്ഞാൽ സംഭവിക്കുക? വീണ്ടും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൂടി. അപ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പോയതിനേക്കാളും സ്പീഡിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് അത് കളക്ട് ചെയ്യപ്പെടും അത്രയും ഇലക്ട്രോൺസ്. പക്ഷെ എന്ത് സംഭവിക്കും? ഒരു 100 ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 99 ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് കളക്ട് ചെയ്യപ്പെടും. ബാക്കി 1 എന്ന ആ ഒരു അളവിൽ മാത്രമേ ഇവിടെ റീകോമ്പിനേഷനുള്ള സമയം കിട്ടുന്നുള്ളൂ, അതിനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഇനി ഞാൻ VCC വീണ്ടും 10 വോൾട്ട് ആക്കി മാറ്റി അല്ലെ? നമ്മൾ അടുത്ത കേസ് പറയുകയാണെങ്കിൽ VCC 10 വോൾട്ട് ആക്കി മാറ്റി. അപ്പോൾ സംഭവിച്ചു ഇൻ എഫക്റ്റ് വിഡ്ത്ത് വീണ്ടും കുറഞ്ഞു, വളരെ ചെറുതായിട്ട് കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മൾ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന 100 ഇലക്ട്രോൺസിൽ ഏതാണ്ട്
99.9% ഇലക്ട്രോൺസും എങ്ങോട്ട് ചാടും? ഇതാ ഇങ്ങോട്ടേക്ക് ചാടും, അല്ലെങ്കിൽ കളക്ടറിലേക്ക് കളക്ട് ചെയ്യപ്പെടും. കാരണം അത്രയും ചെറിയ നാരോ വിടുത്താണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, നേരത്തെ ഉണ്ടായതിനേക്കാളും സ്പേസ് കുറഞ്ഞോട് കൂടി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വീണ്ടും കൂടി. അപ്പൊ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അത് അടുത്ത റീജിയനിലേക്ക് കളക്ട് ചെയ്യപ്പെടും. അതാണ് ആ ഒരു 3 ഗ്രാഫിലും നമുക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം അല്ലേ. നമ്മൾ 1 വോൾട്ട് കൊടുത്ത സമയത്ത് ഉണ്ടായിരുന്ന ഇൻക്രിമെന്റ് അല്ല 10 വോൾട്ട് കൊടുത്ത സമയത്ത് അല്ലെ, VCB 10 വോൾട്ട് കൊടുത്ത സമയത്ത് ഉണ്ടായ ആ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഉണ്ട്. അതിനുള്ള കാരണം പറയുന്നത് എന്താണ്? ഇതാണ് പറയുന്നത് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ഓർ ഏർലി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയഗ്രമാറ്റിക് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നുണ്ട്. വി നോ ദാറ്റ് ഇൻ a PN junction, the width of depletion region increases as the reverse bias voltage increases. വിടുത്ത് എന്തായാലും നമ്മൾ റിവേഴ്സ് ബയസ് കൂടുന്നതനുസരിച്ച് ആ PN ജംഗ്ഷന്റെ ഡിപ്ലേഷൻ റീജിയന്റെ വിടുത്ത് എന്താണ്? അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനി ട്രാൻസിസ്റ്റർ, സിൻസ് ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ്, therefore this has no effect on the വിഡ്ത്ത് ഓഫ് ഡിപ്ലേഷൻ റീജിയൻ അല്ലെ. നമ്മൾ ഫോർവേഡ് ബയസ് കൊണ്ട് പിന്നെ ആ ഡിപ്ലേഷൻ റീജിയന്റെ വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഹവർ ദ കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ ഇറ്റ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ. അപ്പോൾ അതിന്റെ ജംഗ്ഷന്റെ വിഡ്ത്ത് എന്തായിക്കൊണ്ടിരിക്കും? അതിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. therefore as the reverse bias voltage across the collector based junction increases, the width of depletion region also increases. എവിടുത്തെ? കളക്ടർ ബേസ്ഡ് ജംഗ്ഷനിലെ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻ. സിൻസ് ദ ബേസ് ഈസ് സ്ലൈറ്റ്ലി ഡോപ്ഡ് ആസ് കമ്പയർഡ് ടു ദ കളക്ടർ, therefore depletion region penetrates deeper into the base region അല്ലേ. നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഡിപ്ലേഷൻ വിഡ്ത്ത് എങ്ങോട്ടേക്കാണ് പെനെട്രേറ്റ് ചെയ്യുന്നത്? ബേസ് റീജിയനിലേക്ക് അല്ലെ. ബേസ് റീജിയനിൽ വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ആ ലെവലിലേക്ക് അവിടേക്കായിരിക്കും കൂടുതൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ഡിപ്ലേഷൻ റീജിയൻ കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ദിസ് റെഡ്യൂസസ് ദ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ബേസ് റീജിയൻ അല്ലെ. ഇറ്റ് റെഡ്യൂസസ് ദ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി ബേസ് റീജിയൻ. ദിസ് വേരിയേഷൻ ഓഫ് മോഡുലേഷൻ ഓഫ് ദ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് by the collector voltage is known as the base width modulation or early effect എന്ന് പറയും. Okay, the decrease in the base width by collector voltage has the following 3 effects. അതുകൊണ്ട് തന്നെ 3 കാരണങ്ങൾ അല്ലെങ്കിൽ താഴെ പറയുന്ന 3 കാരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഏതാണ്? ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസസ് ഓഫ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ദ ഹോൾസ്. നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇൻ ദ ബേസ് റീജിയൻ, hence the common base current gain alpha increases with increase in collector to base voltage. നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഫന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 1ൽ താഴെയാണ്. ഏതാണ്ട് 1ന് അടുത്തിരിക്കുന്ന വാല്യൂ ആണ്. നമുക്ക് ഈ 1നോട് വളരെ അടുത്തെത്തിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ 90.98 അല്ലെങ്കിൽ 0.95 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റും? ഏതാണ്ട് 1ലേക്ക് എത്തിക്കാൻ പറ്റും. എങ്ങനെ എത്തിക്കാൻ പറ്റും? 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒന്നുകിൽ കോമൺ ഇതിന്റെ എമിറ്റർ ബേസ് റീജിയന്റെ വിഡ്ത്ത് ഒന്നുകിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ ബേസ് റീജിയന്റെ ഡോപ്പിംഗ് വളരെ ലൈറ്റ്ലി ആക്കി മാറ്റാം അല്ലെ. അങ്ങനെ 2 രീതിയിൽ നമുക്ക് അതിന്റെ അല്ലെ, അങ്ങനെ 2 സംഭവങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ആൽഫന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നമ്മളിവിടെ കളക്ടർ ടു ബേസ് വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് അതിന്റെ ബേസ് വിഡ്ത്ത് എന്താണ്? കുറച്ച് കൊണ്ടുവരാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് പറഞ്ഞത്. ആൽഫ hence the common base current gain alpha increases with the increase of the collector to base voltage അല്ലെ. the concentration gradient of minority carriers അല്ലെ. ബേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എവിടെ എത്തുന്നത്? ബേസിലെത്താണ്. ബേസിലെത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ബേസ് എന്താണ്? പി റീജിയൻ ആണ്. പി റീജിയനിലുള്ള മജോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഹോൾസ് ആണ്. അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടുന്ന് എമിറ്ററിന് ഇൻജെക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എവിടെ എത്തുന്നത്? ബേസിലാണ്. ബേസിൽ ഇലക്ട്രോൺസ് എത്തിക്കുന്ന ആ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് എന്തായി മാറും? അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് അല്ലേ. അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അപ്പോൾ ആ മൈനോറിറ്റി കാരിയേഴ്സിന് അവിടെ നിൽക്കേണ്ട കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൂടും. കാരണം ആ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് വിത്തിൻ ദ ബേസ് റീജിയൻ ഇൻക്രീസസ്. ദിസ് ഇൻ ടേൺ ഇൻക്രീസസ് ദ എമിറ്റർ കറണ്ട് അല്ലെ. അപ്പം ആ കാരണത്ത് എന്ത് സംഭവിക്കും? എമിറ്റർ കറണ്ട് വളരെ അധികമായിട്ട് കൂടും. ഓർ എക്സ്ട്രീംലി ലാർജ് കളക്ടർ ടു വോൾട്ടേജ്. നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? കളക്ടർ വോൾട്ടേജ് കൂട്ടാണ്, അല്ലെങ്കിൽ കളക്ടർ ടു ബേസ് വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ എഫക്ട്? ദ എഫക്റ്റീവ് ബേസ് വിഡ്ത്ത് മേ ബി റെഡ്യൂസ്ഡ് ടു 0 അല്ലെ. ആ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് വീണ്ടും കുറഞ്ഞ് അത് ഇല്ലാതായി പോകും, 0 ആയി മാറി.
അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് 0 ആയി കഴിഞ്ഞാൽ സംഭവിക്കും, അതിൽ മറ്റൊരു ബ്രേക്ക് ഡൗണിന് കാരണമായി തീരും ഓഫ് എ ട്രാൻസിസ്റ്ററിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് കാരണമായി തീരും. ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് പഞ്ച് ത്രോ. അല്ലെ, നമ്മൾ വീണ്ടും കളക്ടർ ടു ബേസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ, ഇപ്പൊ നമ്മൾ 1 ആക്കി 5 ആക്കി 10 ആക്കി 20 ആക്കി അങ്ങനെ കൂടുന്ന സമയത്ത് ബേസ് വിടുത്ത് കുറഞ്ഞ് വരും. കുറഞ്ഞ് വന്ന് 0 ആയി മാറും. 0 ആയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക, അവിടെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും, വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ. അങ്ങനെ സംഭവിക്കും ഒരു ഡ്രാസ്റ്റിക്കൽ കറണ്ട് ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ആ ഒരു ഫിനോമിനൻ പറയുന്ന പേരാണ് എന്ത്, പഞ്ച് ത്രോ എന്ന് പറയുന്നത്. അല്ലെ, പഞ്ച് ത്രോ. ഓക്കെ, വീണ്ടും നമ്മൾ കോമൺ ബേസ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരികയാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ ഏർലി എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ വീണ്ടും ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരികയാണ്. ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മേ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ എന്താണ്, AC ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, AC ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ ഒരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, ഇവിടെ സ്റ്റാർ ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റാർ, അതായത് AC ഇൻപുട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് നമുക്കിവിടെ പ്രാക്ടിക്കലി അതിനുള്ളൊരു സ്കോപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ DC ഇൻപുട്ട് റെസിസ്റ്റൻസിന് പ്രാക്ടിക്കലി എന്തില്ല, പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ അതിനൊരു സ്കോപ്പും ഇല്ല, അല്ല അതിന് പ്രാധാന്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ AC സ്റ്റാർ ഇട്ടിരിക്കുന്നില്ല, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. AC ഇൻപുട്ട് റെസിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് പ്രാക്ടിക്കൽ സർക്യൂട്ടുകളിൽ അതിൻ്റെ പ്രാധാന്യമുള്ളൂ. Its value at any point on the curve is given by the ratio of change in emitter to base voltage delta VEB, അല്ലെ, delta VEB to the resulting change in emitter current delta IE, അല്ലെ, ഫോർ എ കോൺസ്റ്റന്റ് കളക്ടർ ടു ബേസ് വോൾട്ടേജ് VCB. ഇപ്പൊ നമ്മൾ ഈ ഒരു കർവ് എടുക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഏതാണ്, VCB ഏതാണ്, 1 വോൾട്ട് ആണ്. നമ്മൾ രണ്ടാമത്തെ കർവ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് VCB എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. മൂന്നാമത്തെ കർവ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് കളക്ടർ ടു ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നതാണ് കോൺസ്റ്റന്റ് കളക്ടർ ടു ബേസ് വോൾട്ടേജ് 1 വോൾട്ട് എന്ന് പറയുന്ന ഒരു കർവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അല്ലെ, മാത്തമാറ്റിക്കലി ദ AC ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, RI ഡിവൈഡഡ് ബൈ ഡെൽറ്റ VEB ഡിവൈഡഡ് ബൈ ഡെൽറ്റ I ആണ്. അല്ലെ, റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് കാണാൻ അറിയാം, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പം ഇവിടെ നമ്മൾ AC റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഡെൽറ്റ VEB ബൈ ഡെൽറ്റ I കാരണം AC എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ്, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചേഞ്ചിങ് VEB അല്ലെങ്കിൽ അതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൽറ്റ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എമിറ്റർ കറന്റ് ആണ് ഈ ഒരു വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഡെൽറ്റ VE ബൈ ഡെൽറ്റ IE. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ഇൻപുട്ട് characteristics is linear in the upper region but non linear in the lower region. അല്ലേ, നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് നോൺ ലീനിയർ റീജിയൻ ആണ്. മുകളിലേക്ക് പോകുന്നതോടെ എന്താണ്, അത് ലീനിയർ, ഒരു ഏതാണ്ടൊക്കെ ലീനിയറിലേക്ക് പോവാണ്. Therefore the AC input resistance depends upon the location of the operating point selected along the curve. അല്ലെ, ഒരു കർവിൻ്റെ അകത്ത് എവിടെയാണോ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ഇതിന്റെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളിവിടെ ഈ ഒരു ഈ ലീനിയർ റീജിയനിലാണ് നമ്മളൊരു പോയിന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 50 ഓം ആയിരിക്കും. അല്ലെ, ഇറ്റ്സ് വാല്യൂ അബൌട്ട് 50 ഓം ആയിരിക്കും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലെ, ഏതാണ്ട് ചെറിയൊരു വാല്യൂ ആണ്. 50 ഓം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. അല്ലെ, ഇപ്പൊ നമ്മൾ ഇതിന് എന്താ കണ്ടുപിടിച്ചോ, നീ വോൾട്ടേജ് എത്രയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് കിട്ടേണ്ട ഇൻഫർമേഷൻ ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്, നീ വോൾട്ടേജ് ഏതാണെന്ന് മനസ്സിലാക്കി, അതുപോലെ ആൽഫന്റെ വാല്യൂ എങ്ങനെ വരുമെന്ന് മനസ്സിലാക്കി, അതുപോലെ AC ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് BJTയുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. ഓക്കെ.